ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് സ്റ്റാനി സെബാസ്റ്റ്യൻ. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എല്ലാം ബൈക്കിൻ്റെ സ്പാർക്ക് പ്ലഗ് എങ്ങനെ ഊരിയെടുക്കാം, അതോടൊപ്പം തന്നെ എങ്ങനെ അത് ക്ലീൻ ചെയ്തിട്ട് രണ്ടാമത് നമുക്ക് ഇടാം. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ബൈക്കൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബൈക്ക് സ്റ്റാർട്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസണാണ് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൽ ക്ലാവ് പിടിക്കും, പൊടി വന്ന് കയറിയിട്ടുണ്ടാവും. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഒന്ന് വണ്ടിക്ക് മിസ്സിങ് വരെ ഉണ്ടാവും. വണ്ടിയുടെ ഫ്യൂൽ എഫിഷ്യൻസി കുറയും, മൈലേജ് കുറയും, മിസ്സിങ് വരും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി 2006 മോഡൽ പ്ലാറ്റിനയാണ്. അപ്പോൾ അതിലാണ് ഞാൻ ഇന്ന് നമ്മുടെ പ്ലഗ് ഊരിയിട്ട് റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്. ക്ലീൻ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പിന്നെ അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. ഇപ്പോൾ ഇതാണ് എൻ്റെ ബൈക്ക്, ബജാജ് പ്ലാറ്റിന. പേടിക്കേണ്ട, ബജാജ് പ്ലാറ്റിന തന്നെയാണ്. 2006 മോഡൽ ബജാജ് പ്ലാറ്റിനയിൽ എങ്ങനെ ഡിസ്ക് ബ്രേക്ക് വന്നൊക്കെ അതൊക്കെ വലിയ കഥയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പാർക്ക് പ്ലഗ്. ഇതാണ് സാധനം, വൈറ്റ് കളറിൽ കാണുന്നത്. അപ്പോൾ അത് ഊരിയെടുത്തിട്ട് വേണം നമുക്ക് പരിപാടി നടത്താൻ. ഇത് ഊരിയെടുക്കാനായിട്ട് പ്ലഗ് സ്പാനർ എടുക്കുക. പ്ലഗ് സ്പാനർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ എൻ്റെ കയ്യിലിരിക്കുന്നതാണ്. ഇത് ഇങ്ങനെ അകത്തേക്ക് പ്രസ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് നമ്മുടെ സ്ക്രൂ ഡ്രൈവറിൻ്റെ ആ ലിവർ കൊണ്ട് ആ ഹോളിലൂടെ കയറ്റിയിട്ട് വേണം തിരിച്ചെടുക്കാൻ. കണ്ട, ഇതാണ് എൻ്റെ പരിപാടി. അതിനകത്ത് കയറ്റിയിട്ട് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കുക. സംഭവം സിമ്പിളായിട്ട് ഊരിപ്പോന്നോളൂ. അപ്പോൾ ഇത് ഊരി എടുക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള പ്ലഗ് സ്പാനർ യൂസ് ചെയ്യുക പ്ലഗ് ഊരാനായിട്ട്. കണ്ട, പ്ലഗിൻ്റെ അവസ്ഥ നോക്കിയാൽ വളരെ പരിതാപകരമാണ്. ഇത് ഞാൻ ഒരു 2 ആഴ്ച ഒരു മാസം മുന്നേ ക്ലീൻ ചെയ്ത പ്ലഗാണ്. പിന്നെ അത്രയും പഴകിയതുകൊണ്ട് ഇത് മാറ്റാമെന്ന് ഞാൻ വിചാരിച്ചാണ്. ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് പ്ലഗ് മേടിക്കാനായിട്ട് ഷോപ്സ് അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഈ ഷോപ്പ് റെഡിയായി അന്നേരം പോയി ഒരു പുതിയ പ്ലഗ് മേടിച്ചിട്ട് വന്ന് ഞാനിത് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി പുതിയ മേടിച്ചുകൊണ്ട് ഞാൻ പുതിയ ഇടുകയും ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തിട്ടാലും അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കോളും, മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ പൊക്കോളും. അപ്പോൾ ഇങ്ങനെയാണിത് ക്ലീൻ ചെയ്യുന്നത്. ആ മേളിൽ ആ വളഞ്ഞിരിക്കുന്ന ഭാഗം കണ്ടല്ലോ, അതാണ് അതും പിന്നെ അകത്ത് സെൻട്രലായിട്ടൊരു പിന്ന് പോലെ പൊങ്ങിയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് നമുക്ക് ഈ സാൻഡ് പേപ്പർ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുന്നത്. കണ്ടോ, ആ കറക്റ്റ് ഗ്യാപ്പിലായിട്ട് വേണം സാൻഡ് പേപ്പർ ഇടയിലേക്ക് ഇട്ടിട്ട് ക്ലീൻ ചെയ്യാൻ. കണ്ടോ, ഇങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത്. ഇങ്ങനെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഇടയിൽ കാർബണൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവും, പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോവും, പിന്നെ ക്ലാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പോവും. ഈ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഈ സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നത്, പിന്നെ മിസ്സിങ് വരുന്നത്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ വണ്ടിയുടെ എഫിഷ്യൻസി, ഫ്യൂൽ എഫിഷ്യൻസിയൊക്കെ നല്ല ഉഷാറാവും. അപ്പോൾ ഇതിൻ്റെ പഴയ പ്ലഗ് ഇങ്ങനെയാണ് തിരിച്ച് കയറ്റി വെക്കേണ്ടതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. സംഭവം ഞാൻ പുതിയ പ്ലഗ് ഇപ്പോൾ ഇട്ട് കാണിച്ചു തരാം. പുതിയ പ്ലഗ് ഇടുന്നതിന് മുന്നേ ജസ്റ്റ് ആ പ്ലഗ് ഇരിക്കുന്ന ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം, നല്ലതാണ്. അവിടെ കുറച്ച് മണ്ണും പൊടിയൊക്കെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പുതിയ പ്ലഗ് ഇടാം. അപ്പോൾ പുതിയ പ്ലഗ് ഞാൻ മേടിച്ചത് നമ്മുടെ NGK എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. ബ്രാൻഡ് നെയിമൊന്നും ഞാൻ ചോദിച്ചൊന്നുമില്ല. കടയിൽ പോയിട്ട് ഞാൻ പോയിട്ട് ജസ്റ്റ് പ്ലാറ്റിനയുടെ പ്ലഗ് തരാൻ പറഞ്ഞ് അപ്പോൾ അവർ ഈ പ്ലഗ് തന്നു. 94 റുപ്പീസാണ് ഇതിൻ്റെ MRP. എന്നിട്ട് അവരെൻ്റെ കയ്യിൽ നിന്ന് 90 റുപ്പീസേ മേടിച്ചോളൂ, 90 രൂപ. അപ്പോൾ ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം രണ്ടും തമ്മിലുള്ള വ്യത്യാസം. കണ്ട, എൻ്റെ ആദ്യത്തെ പഴയ പ്ലഗിൻ്റെ അവസ്ഥ ഉണ്ട്. അതിൻ്റെ ആ നടുക്കത്തെ പിന്നെ കാണാനും കൂടിയില്ല. ഉള്ളിൽ നിന്ന് ഒന്നിക്കണ പിന്ന്, ആ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ താഴെ തന്നെ ഒരു പിന്നുണ്ട്. ആ പിന്നിൻ്റെയും ഈ വളഞ്ഞിരിക്കുന്ന ഭാഗത്തിൻ്റെ ഇടയിലാണ് സ്പാർക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെ ടെക്നിക്കലായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ അത്രയും ചിന്തിക്കാനൊന്നും വേണ്ട. അപ്പോൾ ഞാൻ എൻ്റെ പുതിയത് തിരിച്ച് കയറ്റാൻ പോകുന്നു. ക്ലോക്ക് വൈസ് തിരിച്ച് അകത്തേക്ക് കയറ്റിയിട്ട് സിമ്പിളായിട്ട് കയറണുണ്ടോ പുതിയത്. അപ്പോൾ
ഇത് കയറ്റിയിട്ട് പ്ലഗ് സ്പാനർ എടുത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് ടൈറ്റ് ചെയ്യുക. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് തിരിച്ച് ടൈറ്റ് ചെയ്യേണ്ടത്. പിന്നെ ടൈറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഓവർ ടൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ. ഒരു മീഡിയം ടൈറ്റിൽ നിർത്തിയാൽ മതി. ഓക്കെ, മീഡിയം ടൈറ്റ് മതി.